ജർമ്മനിയിൽ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ഒരു സ്കാം നടക്കുന്നുണ്ട്. അടിപൊളി സ്കാം. അതായത് ഇപ്പോൾ ജർമ്മനിക്ക് ഇഷ്ടം പോലെ പിള്ളേരെ കയറി തന്നെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ചില ഏജൻസികൾ അടിപൊളിയായിട്ട് മുതലാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പേര് പറയണില്ല, നമ്മളോട് നേർവഴിക്കൊക്കെ നടക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളെ നന്മയുടെ പാതയിലൊക്കെ നടക്കണം എന്ന് പറയുന്ന കുറച്ച് ടീമുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇവിടെ പഠിക്കാൻ വന്ന പിള്ളേരെന്ന്, നഴ്സിംഗ് പഠിക്കാൻ വന്ന പിള്ളേരെന്നൊക്കെ ഇവർ ലാംഗ്വേജൊക്കെ പഠിപ്പിച്ച് 1.5 ലക്ഷം രൂപ ഫീസ് വാങ്ങുന്നുണ്ട്. ഓക്കെ ഫൈൻ, അതൊക്കെ വാങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ നിന്നൊരു എഗ്രിമെൻറ്റ് വയ്ക്കും ഇവർ വരാൻ നേരത്ത്. ആരെങ്കിലും ഈ എഗ്രിമെൻറ്റ് വായിക്കും പിള്ളേർ ഫുള്ള് ജർമ്മനിൽ. പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് കയറി വന്നതെന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടു എന്ന് മനസ്സിലാക്കണേ. ചിലവരുടെ അടുത്ത് പറയുന്നുണ്ടെന്നാണ് പറയണേ, പലരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരു കോഴ്സ് ബ്രേക്ക് ചെയ്ത് വേറെ എവിടേക്കെങ്കിലും മാറണമെങ്കിലോ അല്ലെങ്കിൽ ആ ജോലി ബ്രേക്ക് ചെയ്ത് മാറണമെന്നുണ്ടെങ്കിലോ അവർക്ക് പാടാണ്. അതായത് 5 വർഷത്തെ എഗ്രിമെൻറ്റിലാണ് പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുവരണേ. 5 വർഷത്തെ എഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരോട് ഫൈൻ അടയ്ക്കാനാണ് പറയണത്. ഒരു 14,000, അതായത് 14 ലക്ഷമൊക്കെ അടയ്ക്കാനാണ് ഇവരോട് പറയണത്. നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ഇപ്പോൾ ആ ഒരു ഫൈൻ കിട്ടി 14 ലക്ഷം രൂപയ്ക്കാണ് ഏകദേശം അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നാട്ടിലായ ഏജൻസിക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ കേസ് ഫയൽ ചെയ്തിട്ട് ലോയറിന് മന്ത്ലി തന്നെ ഒരു 10-15,000 രൂപ തന്നെ അതിന് പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഏജൻസി നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഏജൻസിക്കാർ ഇതേപോലെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ വരുന്ന കമൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പിള്ളേരോട് രക്ഷപ്പെട്ടേന്നേ.